ചെറുപ്പത്തിലെല്ലാവർക്കും ഒരുപാട് നല്ല ഓർമ്മകളുണ്ടാവും. അതുപോലെ തന്നെയാണ് എനിക്കും ഒരുപാട് നല്ല ഓർമ്മകളൊന്നും ഇല്ലെങ്കിലും ഉള്ളതെല്ലാം നല്ല ഓർമ്മകളാണ്. എനിക്ക് കൂട്ടുകാരെ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നഴ്സറിയിലേക്കൊക്കെ പോയില്ലേ, ഇപ്പോഴാണ് നഴ്സറി എന്നൊക്കെ പറയുന്നത്, പണ്ട് അംഗനവാടി എന്നൊക്കെ പറയും. ആ ഒരു സമയത്താണ് എനിക്ക് കൂട്ടുകാരെ കിട്ടുന്നത്. അങ്ങനെ എനിക്ക് പുതിയ കൂട്ടുകാരായി. പുതിയ ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകണം. ഒട്ടും പരിചയമില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല, അവിടുത്തെ ടീച്ചറെ നല്ല പരിചയമായിരുന്നു. നളു ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം തുടങ്ങി കാണുന്ന ഒരു ചേച്ചി തന്നെയായിരുന്നു. എൻ്റെ വീടിന് തൊട്ട് അയൽപക്കത്തുള്ള ചേട്ടൻ്റെ 4 അനിയത്തിമാരിൽ ഒരാളായിരുന്നു നളു ടീച്ചറായിട്ട്. നളു ടീച്ചർക്ക് അവിടെ ജോലി കിട്ടുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഒരു 2-3 പറമ്പ് അപ്പുറത്ത് ആണ് ഈ ബാലവാടി. ഇപ്പോഴും അവിടെ തന്നെയാണ്. ഇപ്പോൾ അവിടുത്തെ ടീച്ചർ ഉഷ ടീച്ചറാണ്. എൻ്റെ മകൻ അവിടെ തന്നെയാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അവൻ അവിടെ തന്നെ ചേർത്തണം എന്നുള്ളത്. ബാലവാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് പല രീതിയിലുള്ള കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ബാലവാടിയിൽ പോയ ആദ്യ ദിവസങ്ങളൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ലെങ്കിലും ചില ദിവസങ്ങൾ, ചില രസകരമായ കാര്യങ്ങൾ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് അവിടെ ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ്. അത് ഗോതമ്പിൻ്റെ ആയിരിക്കും. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അതൊരു പൊടി രൂപത്തിൽ വന്നു. അതൊക്കെ ഭയങ്കര എന്താ പറയുക, അതൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ഒരു സുഖമാണ് അതൊക്കെ ഓർക്കുമ്പോൾ. ഇപ്പോഴൊന്നും കിട്ടാനില്ല, അതൊരു കാര്യം. പിന്നെ രാവിലെ ഞങ്ങളവിടെ എത്തി. എൻ്റെ കൂടെ അന്ന് വിഷ്ണു പ്രതീഷ് എന്ന് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ദീപു, ദില്ല്. ഇപ്പം ദീപു ഇല്ല, നമ്മളൊപ്പം ഇല്ല, ദീപു പോയി. പിന്നെ സുധീഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇവരൊക്കെയാണ് കൂടുതലായിട്ട് ഓർമ്മയുള്ളത്. ഒരുപാട് തവണ തല്ലുകൂടിയിട്ടുണ്ട്. അപ്പം എനിക്ക് പിന്നെ വെച്ചാൽ 2 വീട് അപ്പുറത്തുള്ളതാണ് സുധീഷ് എന്ന് പറയുന്ന കൂട്ടുകാരൻ. പിന്നെ വിഷ്ണു പ്രതീഷിനെയാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ച് കാണുന്നത്. വിഷ്ണു പ്രതീഷ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ഒരു കൂട്ടുകാരൻ എന്നൊക്കെ പറയുന്നത് വിഷ്ണു പ്രതീഷാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ടീച്ചറുടെ വീട്ടിലാണ് അന്ന് നമ്മൾക്കുള്ള അരിയും മറ്റു സാധനങ്ങളും വെച്ചിട്ടുണ്ടാവും. അത് വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാലവാടി അത്രയും ശോചനീയാവസ്ഥയിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല കൊണ്ടുള്ളൊരു ഷെഡായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മഴ പെയ്യുമ്പോൾ ചോർന്നിട്ടൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന തട്ടുപാത്രം അവിടെ താഴെ വയ്ക്കാറ്. അങ്ങനെയൊക്കെ ചെറിയ ഓർമ്മകൾ എനിക്കുണ്ട്. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും, എൻ്റെയും വിഷ്ണു പ്രതീഷിൻ്റെയും രാവിലത്തെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നളു ടീച്ചറുടെ വീട്ടിലേക്ക് പോകും. അവിടെ പോയിട്ട് അരിയും ചെറുപയറും എടുക്കാൻ വേണ്ടി പോകും. അത് പോകുമ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങളുടെ ബാലവാടി ഇരിക്കുന്ന പറമ്പും തൊട്ടപ്പുറത്തുള്ള പറമ്പും തമ്മിൽ നടുവിലൂടെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ചെറിയ തോടുണ്ട്. അപ്പോൾ ആ തോടിൻ്റെ മുകളിലൂടെ ഇപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പാലിട്ടിട്ടുണ്ട്. പാലെന്ന് വെച്ചാൽ തെങ്ങ് മുറിച്ചിട്ട് പാലം ഇട്ടിട്ടുണ്ട്. 2 സൈഡിലും മണൽ നിറച്ച് ചാക്കിട്ടിട്ട് നമുക്ക് സുഗമമായി നടന്നു പോകാൻ വേണ്ടിയിട്ട് ആരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2 സൈഡിലായിട്ട് ഹൈറ്റിലും ഒരു കയറ് താഴ്ത്തിയിട്ടും കുഞ്ഞു കുട്ടികൾക്ക് ബാലവാടി ഉള്ളതുകൊണ്ട് പിടിച്ച് പോകാനായിട്ട് കയറ് താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും വിഷ്ണു പ്രതീഷും ടീച്ചറും കൂടി ഈ പാലത്തിലൂടെ കടന്ന് വേണം ടീച്ചറുടെ വീട്ടിലെത്താനായിട്ട്. അങ്ങനെ ടീച്ചറുടെ വീട്ടിലെത്തി അരിയും ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പിന്നെ ടീച്ചർ പഠിപ്പിക്കുന്നതാണ് ഞങ്ങളെ. ഒരുപാട് കഥകൾ പറഞ്ഞു തരും, പാട്ട് പാടിത്തരും. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്കിപ്പോഴും ഫുള്ളായിട്ട് ഓർമ്മയില്ലെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് അവിടെ നിന്നുണ്ടായിട്ടുണ്ട്.